എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ക്യൂബ് ആൻഡ് ഡൈസിന്റെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ്. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ക്യൂബ് ആൻഡ് ഡൈസുമായിട്ട് ബന്ധപ്പെട്ട് പെയിന്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെയിന്റിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദയവായിട്ട് ആദ്യത്തെ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: എ ക്യൂബ് ഹാസ് all its faces painted with the different colors. It is cut into smaller cubes of equal sizes such that the side of the small cube is 1/4 of the big cube. Important ആണ്. The number of small cubes with only one of the sides painted. Okay, so നമുക്ക് കണ്ടുപിടിക്കേണ്ടത് one side painted ആയിട്ടുള്ള സ്മാൾ ക്യൂബുകളുടെ എണ്ണമാണ്. അതിനുവേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വലിയ ക്യൂബിന്റെ സൈഡിന്റെ 4/1. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇവിടെ വലിയ ക്യൂബാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ആ വലിയ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് ഇത് ഇത്രയുണ്ടെങ്കിൽ ചെറിയ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ 4/1. അതായത് ഇതിന് എത്രയായിട്ട് കട്ട് ചെയ്യണം? 4 ഭാഗമായിട്ട് കട്ട് ചെയ്യണം. സോ 1 2 3 4 3 ലൈൻ കട്ട് ചെയ്യും. 3 കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 പീസ് കിട്ടും. ഈ കട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും കേട്ടോ. സോ 4 പീസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട കാര്യം അറിയില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസെപ്റ്റ് പഠിച്ചവർക്ക് മനസ്സിലായി കാണും. എങ്ങനെയാണ് എൻ കണ്ടുപിടിക്കണം? എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്ജ് വൈസ് നോക്കുമ്പോൾ എത്ര ക്യൂബ്സ് ഉണ്ടെന്നാണ്. ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ എഡ്ജ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എൻ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. നമുക്കിത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചെന്നേ ഉള്ളൂ. നമുക്കിതാ ഈ പോയിന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസെപ്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾക്കറിയാം, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സൈഡ് മാത്രം പെയിന്റ് ചെയ്ത ഫേസുകളുടെ അല്ലെങ്കിൽ ക്യൂബുകളുടെ എണ്ണമാണ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ എന്താണ്? n-2 ഇൻറ്റു n-2. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കഴിഞ്ഞ ക്ലാസ് കാണുക, കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാണുക, എങ്ങനെ ഇക്വേഷൻ വന്നെന്ന് അറിയാം. ദെൻ ഈ n-2 ഇൻറ്റു n-2 എന്ന് പറയുന്നത് ഒരു ഫേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലത്തെ ഒരു ഫേസിൽ എത്ര ക്യൂബുകൾക്കാണ് ഒരു സൈഡ് മാത്രം പെയിന്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ കണ്ടുപിടിക്കുന്നത്. n-2 ഇൻറ്റു n-2. ഓക്കെ, സോ മറന്നു പോകരുത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പിന്നും റിപ്പീറ്റേഷനായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയടാ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, ഈ കോർണറുകളിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 3 സൈഡ് പെയിന്റ് കാണും. ബാക്കി ഈ പോർഷനിലും ഈ പോർഷനിലുള്ള എല്ലായിടത്തും എന്ത് കാണും? നിങ്ങൾക്കറിയാം, 2 സൈഡ് പെയിന്റ് കാണും. ബാക്കി ഫേസിന്റെ നടുക്ക് വരുന്ന പോർഷൻസിലാണ് ഒരു സൈഡ് മാത്രം പെയിന്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ വശങ്ങളിൽ നിന്നുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അതുകൊണ്ടാണ് n-2 n-2. അത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫേസിൽ n-2 ഇൻറ്റു n-2 ഉണ്ട്. അങ്ങനെ എത്ര ഫേസുകളാണുള്ളത്? 6 ഫേസുകളാണുള്ളത്. അപ്പൊ ടോട്ടൽ കിട്ടണമെങ്കിൽ ഇതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ n 4 ആണെന്നറിയാം. 4 - 2 ഇൻറ്റു 4 - 2 ഇൻറ്റു 6 ആണ് മക്കളെ. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 6 ആണ്. ദാറ്റ് ഈസ് 4 ഇൻറ്റു 6 ആണ്. 4 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: എ സോളിഡ് ക്യൂബ് ഓഫ് 3 cm സൈഡ് പെയിന്റഡ് ഓൺ all its faces is cut up into small cubes of 1 cm side. ഓക്കെ, കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. 2018 ചോദിച്ച ചോദ്യമാണ്. വലിയ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 cm ആണ്. ചെറിയ ക്യൂബിന്റെ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 cm ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം എങ്ങനെയാ കട്ട് ചെയ്യുക? ഒരു സൈഡിൽ എങ്ങനെയാണ്? ഇതുപോലെ ഒരു എഡ്ജിൽ 3 ക്യൂബ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു മക്കളെ. n എത്രയാണ്? 3 ആണ്. ദെൻ how many of small cubes will have exactly 2 painted faces? 2 painted faces ഉള്ള ക്യൂബ്സിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ഫേസ് പെയിന്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് എഡ്ജ് വൈസ് ആണ് അല്ലേ? എഡ്ജ് വൈസ് ആണ് എടുക്കേണ്ടത്. എഡ്ജ് വൈസിൽ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കോർണർ പീസുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര പീസാണ് വരിക? ഒരു എഡ്ജിൽ 2 കോർണർ പീസുകളാണ് വരിക. അപ്പോൾ എഡ്ജിൽ ടോട്ടൽ 3 ക്യൂബ്സ് ഉണ്ട്. അതിൽ നിന്ന് 2 കോർണർ പീസുകളെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ n-2 എന്നാണ് എഴുതുക. അങ്ങനെ എത്ര എഡ്ജുകളാണ് വരിക ഒരു ക്യൂബിൽ? ഇങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 12 എഡ്ജുകളാണ് വരിക. അപ്പോൾ n-2നെ നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ മക്കളെ, n എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 - 2 ഇൻറ്റു
12 ആണ്. 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. 1 × 12 എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ അല്ലേ? താങ്ക് യു.